ശക്തമായ ഒരു നേതൃത്വം വഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ശോഭ സുരേന്ദ്രൻ. മറ്റേ രണ്ടുപേർക്കും രാഷ്ട്രീയ പരമ്പരയൊന്നും ഇല്ല അതിനകത്തില്ല. പിന്നെ വെറുതെ അവർക്ക് പേയ്മെന്റ് സീറ്റ് പോലെ കൊണ്ട് കയറ്റി വെച്ചിട്ട് അതിലൊരു അർത്ഥമില്ല. ജനങ്ങൾക്ക് അതിൽ ഇപ്പൊ നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ട് അവർക്ക് അത് കിട്ടാൻ ചാൻസ്, ശോഭയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കഴിഞ്ഞ ഭരണത്തിൽ അവർ പറയുന്ന ഒരുപാട് വികസനം അവരുടെ വീടാ വികസിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നാട് വികസിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ലൊരു വികസനത്തിന് പിന്നെ കേന്ദ്രം ഭരിക്കുകയാണെങ്കിൽ അത് പാലക്കാട് നിന്ന് ഒരു നേതാവ് വരികയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരാൾ വരികയാണെങ്കിൽ അതിന് ഫോഴ്സ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അപ്പൊ അതിനെ വെറുതെ എന്റെ ഫണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ ജയിക്കണം എന്നാണ് എന്റെ പ്രധാനമന്ത്രിക്ക് ഒരുപാട് തവണ പോയിട്ട് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ബജറ്റിലും ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ, മാസങ്ങളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ വരുന്നില്ലുള്ളൂ, നമുക്ക് ഇപ്പൊ ഒന്നും ആയിട്ടില്ലല്ലോ. പിന്നെ ഒരാൾ പറഞ്ഞു, പിന്നെ എന്താണ് ഞാൻ ജയിച്ചാൽ എന്താണ് മമ്മൂട്ടിയെ കൊണ്ടുവരും പറഞ്ഞു. അപ്പോൾ ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ 100 ദിവസത്തിനുള്ളിൽ 700 കോടി രൂപ ബഡ്ജറ്റ് കൊണ്ടുവരും. അപ്പൊ ജനങ്ങൾ കേൾക്കുകയാണെങ്കിൽ സത്യമാണെങ്കിൽ നന്നായി നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത്ര തന്നെ. ശരി, എന്തായാലും ആ വാഗ്ദാനങ്ങളാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഇനിയും സമയമുണ്ട്. തിരുവനന്തപുരം നമ്മൾ കേട്ടതാണ് അല്ലേ, ചോദിച്ചതാണ്. എന്താണ്, എങ്ങനെയാ കാണുന്നത് തെരഞ്ഞെടുപ്പ്? ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ. ഒരാൾ ജയിക്കണ്ടേ? ജയിക്കും, ഭൂരിപക്ഷം ആർക്കും ഉണ്ടാവില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി പക്ഷേ LDF ആയിരിക്കും. LDF തന്നെ അധികാരത്തിൽ വരും. സംസ്ഥാന സാഹചര്യമാണ് പറഞ്ഞത്. പാലക്കാട്ടെ സാഹചര്യം പാലക്കാട് സ്ത്രീകള് ഭൂരിപക്ഷവും ശോഭാ സുരേന്ദ്രനൊപ്പമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് ജയിക്കാൻ സാധ്യത. അപ്പോ ഇവിടെ ശോഭ ജയിക്കും, അവിടെ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. അപ്പം ശോഭ തീരുമാനിക്കോ സംസ്ഥാന? തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും BJP പ്രവർത്തകരാണോ? അനുഭാവിയാണ്. BJP അനുഭാവിയാണ്.